മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തും വല്ലാതെ വിഷമിച്ചില്ലേ? ആ വിഷമിച്ച് അപ്പന്റെ മലക്കുകൾ ഇറങ്ങാതിരുന്നത് അപ്പൊ അള്ളാഹ്ക്ക് മലക്കുകൾക്ക് ഞെരിക്കായിരുന്നു. ഒറ്റ മലക്കിനെ അള്ളാഹ് കിട്ടിയില്ലേ? അള്ളാഹ്ക്ക് വേണ്ടി തന്നെയല്ലേ ഇതെല്ലാം ചെയ്തത്. എന്റെ മലക്കുകൾ ഇറങ്ങാഞ്ഞ് അവർ കാഫറിന്റെ സംശയ. അതിന്റെ മറുപടി എന്താ? അതിന്റെ മറുപടി ബദറിൽ അല്ലാഹു തആല അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദരിച്ച് അവിടെ ഇറക്കിക്കൊടുത്തു. അതേ സമയത്ത് ഉഹദിൽ ഇറക്കിയിട്ടില്ല. ഉഹദിൽ ഇറക്കാത്തത് കൊണ്ട് ബദറിൽ ഇറക്കിയതിനെ നിഷേധിച്ചാൽ കാഫറാണ്. ഖുർആൻ നിഷേധിച്ച കാഫറാണ്. അപ്പൊ അല്ലാഹുവിന്റെ റസൂൽ അല്ലാഹു തആല ഇക്റാമൻ ബഹുമാനത്തിന്റെ നിലക്ക് കൊടുക്കുന്ന ചില സംഗതികൾ ഒരു സ്ഥലത്ത് ഇല്ല എന്നതിന്റെ പേരിൽ മറ്റൊരു സ്ഥലത്ത് ഉള്ളതിനെ നിഷേധിക്കുന്നത് കുഫ്റാൻ. ഇതുപോലെ ഔലിയാക്കളുടെ കറാമത്ത് ഒരു സ്ഥലത്ത് ഉണ്ടായത് പറയുമ്പോൾ മറ്റേ സ്ഥലത്ത് അതേ കാണാത്തതും ചോദിക്കുന്നത് കുഫ്റാൻ. ഖുർആൻ നിഷേധമാണ്, ഹദീസ് നിഷേധമാണ്. അത് ഈമാനില്ലാത്തവന്റെ ചോദ്യമാണ്. അത്തരം ചോദ്യങ്ങളൊന്നും ചോദിച്ച് ആരും ഈമാൻ തെറ്റിച്ച് കളയരുത് എന്നുകൂടി സാന്ദർഭികമായി ഞാൻ ചോദിച്ചതിൽ പെട്ടിട്ടില്ലെങ്കിലും വിശദീകരണത്തിൽ എല്ലാവരും പഠിക്കാൻ വേണ്ടി ഓർമ്മപ്പെടുത്തുകയാണ്. ഇപ്പോ വലിയ പ്രശ്നം നെറ്റിലുള്ള ഒരു ഫോട്ടോയാണ്. അങ്ങനെ നെറ്റിലുള്ള ഫോട്ടോകളൊക്കെ വിശ്വസിക്കാൻ പറ്റുമോ? ഇസ്ലാമിലെ തെളിവ് ഖുർആന്, ഹദീസ്, ഇജ്മാഅ്, ഖിയാസ്. അത് പഠിച്ചവര് ഇമാമിങ്ങൾ. ആ ഇമാമിങ്ങൾ പറഞ്ഞ കിതാബ് ഫത്ഹുൽ മൗലൂദി എല്ലാ മുത്തലിമിയും പറയും. നമ്മൾ മുഖല്ലിദീങ്ങൾ ഇമാമിങ്ങളെ കിതാബ് പറഞ്ഞ് സ്വീകരിക്കുക. നമുക്കതാണ് നമ്മൾ പഠിച്ചത്. ആ ഇമാമിങ്ങൾ പഠിപ്പിച്ചതോ അതാണ് നമ്മളെ ആലിമീങ്ങൾ ഉസ്താദുമാരെ നമുക്ക് പറഞ്ഞു തന്നത്. അത് വിശ്വസിക്കുന്നത് അതാണ് നമ്മളെ തെളിവ്. ഇമാമിങ്ങളെ കിതാബ് പറയും. കാരണം ഇമാമിങ്ങളൊക്കെ ഖുർആനും ഹദീസൊക്കെ പഠിച്ച് ഏറ്റവും നന്നായി മനസ്സിലാക്കിയവരാ. അങ്ങനെ നമ്മൾ ഇമാമിങ്ങളെ പിന്തുടർന്ന് നമ്മൾ പേച്ചുവാദിക്കാനാണ്. അപ്പൊ ഇമാമിങ്ങളെ കിതാബിൽ പറഞ്ഞത് നമ്മൾ വിശ്വസിക്കുന്നു. പിന്നെ നെറ്റിൽ എന്തെന്നാ കാണിച്ചുകൂടാച്ച പേരോട് അത് എന്റെ എതിരാളികൾ മുജാഹിദീങ്ങൾ ഉണ്ടാക്കിയതാ. അത് തുറന്നാൽ എന്നെ ചീത്ത പറയുന്ന കേൾക്കുക. അതിന്റെ പുറമെ ഞാൻ കേട്ടതാ, ഞാൻ കണ്ടിട്ടില്ല. എന്നോടൊരാൾ പറഞ്ഞ പേരോട് തന്നെ ഒരു സാധനം ഉണ്ട്, ഞാൻ തുറക്കാൻ പോകില്ല. ഈ പേരോട് തന്നെ ഒരു വെബ്സൈറ്റ് ഉണ്ട്. അതിൽ തീർത്തും നിങ്ങൾക്കെതിരായിട്ട് നിങ്ങളെ CD കട്ടിട്ട് ക്ലിപ്പ് വെക്കലാണ് അതിൽ കാര്യമായിട്ടുള്ളത് എന്നോടൊരാൾ പറഞ്ഞാണ്. ഏത് തോന്നിവാസവും ചെയ്തൂടെ അള്ളാഹുവിൽ വിശ്വാസമില്ലാത്തവർക്ക്? അപ്പൊ നെറ്റിൽ എന്താ കാണിച്ചുകൂടാത്തത്? ഒരു നെറ്റ് മുജാഹിദിന്റെ നെറ്റ് ഞാൻ കണ്ടു. എന്താ ചെയ്തറിയോ? കാന്തപുര ഉസ്താദിന് നീണ്ട മുടി വെച്ചിട്ട് മുട്ടോളാക്കുന്ന മുടി, കാന്തപുര ഉസ്താദ് മുടി വെച്ചിട്ട് ഒരു നെറ്റില് ഞാൻ കണ്ടതാ. അതിന്റെ ഫോട്ടോ എടുത്തിട്ട് വരുന്നത് എന്റെ കയ്യിലുണ്ട്. ഫോട്ടോ എടുത്ത് വിതരണം ചെയ്യും. നെറ്റിൽ എന്ത് തോന്നിവാസവും കാണിക്കാൻ കഴിയൂലേ? അവൻ നെറ്റിൽ തോന്നിവാസം കാണിച്ചാൽ അവക്കോട് തെളിവാവും. നമ്മക്ക് തെളിവ് നമ്മൾക്ക് അല്ലാഹു തആല ഹവാസുൽ കണ്ണുകൊണ്ട് നേരിൽ കണ്ടാൽ ആ കണ്ടതൊക്കെയാണ് കണ്ടേന്നെ. അത് പിന്നെ മുജാഹിദീങ്ങളെ പോലെ മാസം കണ്ടാൽ ഞങ്ങൾ എടുക്കൂല, കണക്ക് നോക്കുമ്പോൾ കാണുന്നില്ല എന്ന് പറഞ്ഞാൽ ശരിയാവില്ല. കണ്ണുകൊണ്ട് കണ്ടാൽ അത് കണ്ടേന്നെ, കണക്കൊക്കണ്ടില്ല. പിന്നെ അതുകൊണ്ട് നേരിൽ കേട്ടാൽ അത് സ്വീകരിക്കാം. കേട്ടുള്ളത് സ്വീകരിക്കാം, കേട്ടെല്ലാം സ്വീകരിക്കാന്നല്ല കേട്ടോ, കേട്ടുള്ളത് സ്വീകരിക്കാം. ഇങ്ങനെ അതിന് പടച്ചറബ് പറഞ്ഞ നിയമമുണ്ട്. നെറ്റിലൊക്കെ എന്ത് കോലവും കാണിക്കാൻ പറ്റും. ഫോട്ടോ ഏത് നിലക്ക് ഇറക്കാൻ പറ്റും. നിങ്ങൾക്ക് ഏത് ഫോട്ടോ ഏത് നിലക്ക് വേണം അതൊന്നും കണ്ടിട്ട് ആളുകൾ വിശ്വസിച്ച് പെട്ടുപോകരുത്. വസ്തുത എന്താണെന്ന് നേരിൽ പോയാൽ, നേരിൽ കാണിച്ച് കൊടുത്താൽ, നേരിൽ കണ്ടാൽ അവർക്ക് മനസ്സിലാക്കാൻ കഴിയും. അത് ഹക്കായ ഒരു കാര്യം, ഒരു വിശ്വസ്തനായ ഒരാൾ പറഞ്ഞ ഒരു കാര്യം ശറഇന്റെ ദലീലിന് എതിരാകാത്ത കാലത്തോളം ചോദ്യം ചെയ്യാൻ പറ്റില്ല. ഇമാമിങ്ങൾ കിതാബുകളിൽ പറഞ്ഞതിനെതിരാണോ അത് നമ്മൾ ചോദ്യം ചെയ്യും. ഇമാമുകൾ കിതാബുകൾ പറഞ്ഞതിന് അനുകൂലമാണോ നമ്മളൊരു വിഷയത്തെയും ചോദ്യം ചെയ്യൂല. അതാണ് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ മാർഗം. ഈ മുജാഹിദീങ്ങളെ പരിപാടി എന്താ വെച്ചാൽ പണ്ട് കാലത്തുള്ള ഓരോ പത്രത്തിലൊക്കെ വന്ന റിപ്പോർട്ട് ഉണ്ടാവും, അത് എടുത്തു വെക്കുക. അന്നേരം ഒന്നും പറയില്ല. ഒരു 10-20 കൊല്ലം കഴിഞ്ഞിട്ട് എടുത്ത് മുന്നിലിടുക. അപ്പൊ നമുക്ക് ഓർമ്മ ഉണ്ടാവില്ലല്ലോ അന്ന് എന്തായിരുന്നു ആ സംഭവം. ഇതൊന്നും ഓർമ്മ ഉണ്ടാവില്ലല്ലോ. കാരണം നമ്മളിത് ആലോചിക്കുന്ന നടക്കുക. നമുക്ക് വേറെ 100 പണിയില്ലേ, ഇവർ പരിപ്പിത്തണ്ടാക്കല പണി. അപ്പൊ പഴയ ഒരു മാതൃഭൂമി കൊണ്ടുവരാ. അതിലെന്താ ഉള്ളത്? വായിച്ചു നോക്കുമ്പോൾ ഒന്നുമില്ല. പക്ഷെ പറഞ്ഞങ്ങട്ട് ഗൗരവം കൂട്ടുക, ഭയങ്കര ഗൗരവം കൂട്ടുന്ന കേട്ടാ തോന്നും ഇവിടെ എന്തോ ആകാശത്തിന് വെളിവുണ്ടെന്ന് തോന്നും. ഈ ദുർബല മനസ്ഥിതിക്കാർ നിങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് പരമ്പര സനദില്ലാതെ ഒരു സംഗതിയും സ്വീകരിക്കാൻ പറ്റൂല എന്ന് നിങ്ങളെ പ്രസംഗത്തിൽ പറഞ്ഞില്ലേ? അപ്പറഞ്ഞത് ആര് പഠിപ്പിച്ചു തന്നതാ?
ഈ നാദാവരത്ത് പ്രസംഗിച്ച മൗലവി പഠിപ്പിച്ചത്. അതിന്റെ ക്ലിപ്പ് ഇൻഷാ അല്ലാഹ് ഞാൻ പ്രസംഗത്തിൽ കേൾപ്പിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് മുജാഹിദിന്റെ ക്ലാസ് കേട്ട് സുന്നത്ത് ജമാഅത്തിൽ മാറിപ്പോകുന്നതിന് പകരം ഇമാമിയങ്ങളെ പിന്തുടർന്ന് ജീവിക്കാൻ തയ്യാറാവുക. അപ്പൊ സുന്നിയായി ജീവിച്ച് സുന്നിയായി മരിക്കാം. അള്ളാഹു അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. മാതൃഭൂമിയിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റസൂലുള്ളാഹിക്ക് തുല്യനാണ് കാന്തപുരോ നേടിയെന്ന് പച്ചക്കള്ളം പറയും. എന്താ ഇതിനുള്ളത്? നീണ്ട 23 വർഷക്കാലം നടുനിവരാൻ പോലും അനുവദിക്കാത്തത്ര ക്ലേശങ്ങളും ദുസ്സഹമായ ജീവിതവും നയിച്ച് സത്യനിഷേധികളുടെ ചുറ്റിനുമിടയിൽ അഹോരാത്രം പരിശ്രമിച്ച് പടുത്തുയർത്തിയ ഇസ്ലാമിനെ അവസാന നാൾ വള്ളി പുള്ളി വ്യത്യാസമില്ലാതെ നിലനിർത്താൻ ആ മഹാത്മാവിനു സാധിച്ചെങ്കിൽ, ഇതുവരെയും പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റിയാണ്. ആ പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി പറഞ്ഞതിന് ശേഷം കാന്തപുര ഉസ്താദിനെ പറ്റി പറയുന്ന വാചകം കേട്ടോളി. റസൂലുള്ളാഹിന്റെ കഴിഞ്ഞ് മഹാത്മാവ് എന്നാണ് റസൂലുള്ളാഹിനെ പറഞ്ഞ് പരിചയപ്പെടുത്തി. ഇനി അതിന്റെ ശേഷമുള്ള വാചകം കേട്ടോളി. ഈ നൂറ്റാണ്ടിലെ പുരുഷരത്നമായ ശൈഖുനാക്ക് ഇൻ ബ്രാക്കറ്റ് കാന്തപുരം നീണ്ട 23 വർഷക്കാലം കൊണ്ട് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അമരക്കാരനാകാൻ സാധിച്ചതും ആ മനുഷ്യനോളം ഭാഗ്യവാനാകാൻ തുല്യൻ ബഹുമാനപ്പെട്ട എ.പി. അബൂബക്കർ മുസ്ലിയാർ തന്നെ. ഇവിടെ എന്ത് ചെയ്യുന്നു അറിയോ? ആ എന്ന് പറഞ്ഞ ഇശാരത്ത് എ.പി. ഉസ്താദിലേക്ക് തന്നെയാണ് ലേഖകൻ ചൂണ്ടിയത്. അതായത് എ.പി. ഉസ്താദിന് തുല്യമായിട്ട് എ.പി. ഉസ്താദ് തന്നെയുള്ളൂ. സാധാരണ പറയുന്നതാണ് എഴുത്തുകാർ, അദ്ദേഹത്തിന് തുല്യമായിട്ട് അദ്ദേഹം തന്നെയുള്ളൂ. അപ്പൊ ആ മനുഷ്യന് തുല്യനായി എ.പി. മാത്രമേ ഉള്ളൂ എന്നാ പറഞ്ഞു. അതിനെന്ത് ചെയ്യുന്നറിയോ? ഇശാറത്തും എല്ലാം മാറ്റിക്കളഞ്ഞ് സലഫി. ഇപ്പൊ പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് കെടയുത്തൊരാളുണ്ടെങ്കിൽ അതാരാണ്? ശൈഖുനയാണ് എന്നാ. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കണം, ഇവർ അള്ളാന്റെ റസൂലിനെ എവിടേക്കാ കൊണ്ടുപോകുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് കെടയൊത്തൊരാൾ ഇപ്പൊ തുല്യൻ എന്നതല്ലേ? തുല്യനായിട്ടൊരാളെന്ന് പറയാനുണ്ടെങ്കിൽ അത് മൂപ്പരുള്ളൂ എന്നാ. ഞാൻ നിങ്ങൾ വായിച്ചു കേൾപ്പിക്കുക, വെറുതെ ഒന്നും പറയല്ലത്. ഇത് മാതൃഭൂമിയാണ്. ഈ മാതൃഭൂമി പത്രത്തിൽ കാണാം, കേട്ടോളൂ. നീണ്ട 23 വർഷക്കാലം നടുനിവരാൻ പോലും അനുവദിക്കാത്തത്ര ക്ലേശങ്ങളും ദുസ്സഹമായ ജീവിതവും നയിച്ച് സത്യനിഷേധികളുടെ ചുറ്റിനുമിടയിൽ അഹോരാത്രം പരിശ്രമിച്ച് പടുത്തുയർത്തിയ ഇസ്ലാമിനെ അവസാന നാൾ വരെ വള്ളിപുള്ളി വ്യത്യാസമില്ലാതെ നിലനിർത്താൻ ആ മഹാത്മാവിന് സാധിച്ചെങ്കിൽ, ഏതാണ് ആ മഹാത്മാവ്? മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന മഹാത്മാവിന് 23 കൊല്ലം കൊണ്ട് പാടുപെട്ട് ഇസ്ലാമിനെ വളർത്താൻ സാധിച്ചുവെങ്കിൽ, ഈ നൂറ്റാണ്ടിലെ പുരുഷരത്നമായ ശൈഖുനാക്ക് നീണ്ട 23